ഇനി ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. കോളേജ് വിദ്യാർത്ഥികൾക്ക് ബക്രീദിന് അവധി നൽകുന്നതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ആശയക്കുഴപ്പം. ബക്രീദിന് 3 ദിവസത്തെ അവധി നൽകണമെന്ന 1983 സർക്കാർ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നില്ല. 1983 ഉത്തരവനുസരിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബക്രീദ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റു കോളേജുകൾ ഒറ്റ ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചത്. ഈദുൽ ഫിത്തറിനും ബക്രീദിനും 3 ദിവസത്തെ അവധി നൽകണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ 1983 ഉത്തരവ്. എന്നാൽ ഈ ഉത്തരവ് പ്രകാരമുള്ള അവധി കോളേജുകൾക്ക് ലഭിക്കാറില്ല. ഇങ്ങനെയൊരു ഉത്തരവിനെ കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് യാതൊരു വിവരവുമില്ല. ഉത്തരവിന്റെ അസൽ വകുപ്പിന്റെ കൈവശമില്ല. എന്നാൽ ഈ ഉത്തരവിന്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്ടർ ഒപ്പിട്ട ഒരു കോപ്പി പല കോളേജുകളിലും ലഭ്യമാണ്. ഇതുപ്രകാരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെ അവധി അനുവദിക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാനത്തെ മറ്റു കോളേജുകളിൽ ഈ ഉത്തരവ് പ്രകാരം അവധി അനുവദിക്കാറില്ല. ബക്രീദിന് തിങ്കളാഴ്ച ഒറ്റ ദിവസം മാത്രമാണ് മിക്ക കോളേജുകളും അവധി അനുവദിച്ചിട്ടുള്ളത്. ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് MSF ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്, ഞായറാഴ്ച ഉഷാറല്ലേ? ഞായറാഴ്ച ഇന്ന് ഞാൻ അവധിയാണ്. ഈ വാർത്തയുള്ളതുകൊണ്ട് ലൈവിന് വേണ്ടി വന്നതാണ്. അവധിയായിട്ട് പണിയെടുക്കുന്ന രഞ്ജിത്ത് ഒരു മാതൃകയാക്കട്ടെ എല്ലാവരും. രഞ്ജിത്തെ, ഇന്നത്തെ അവധിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നാളെ ബക്രീദിന് പെരുന്നാൾ കൂടാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടാവുമല്ലോ. കോഴിക്കോടെന്ന് കേൾക്കുമ്പോഴേ അവിടെയൊക്കെ ഈ പെരുന്നാൾ ആഘോഷവും അതിനുള്ള ക്ഷണവും ഒക്കെയാണ്. അപ്പോൾ ഈ ഒറ്റ ദിവസത്തെ അവധി എന്ന് പറയുന്നത് 83 സർക്കുലറാണ്. അതിനുശേഷം എന്തെങ്കിലും അമെൻഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഈ ആശയക്കുഴപ്പത്തിന്റെ കാരണമെന്നാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. ഒരിടത്ത് അവധി കൊടുക്കുന്നു, മറ്റിടങ്ങളിൽ കൊടുക്കുന്നില്ല. ഒരു സർക്കുലർ അവിടെ ഉണ്ട് താനും. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ബക്രീദിന് ഒറ്റ അവധിയെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് ഈ ഓർഡറിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. 1983 എനിക്ക് തോന്നുന്നു CH മുഹമ്മദ് കാലത്താണ് ബക്രീദിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവും അവധിയായി 3 ദിവസം അവധി കൊടുക്കണം എന്നുള്ളതാണ്. ഇതിപ്പോൾ തലേ ദിവസം അവധിയാണ്, ഞായറാഴ്ചയാണ്, പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ്. അന്ന് ശരിക്കും കോളേജുകൾ അവധി പ്രഖ്യാപിക്കേണ്ടതാണ്. ഇത്തരത്തിലൊരു സർക്കാർ ഉത്തരവ് 1983 ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പകർപ്പ് എല്ലാ കോളേജുകളുടെ കൈവശവും ഉണ്ട്. അതിൻ്റെ അസൽ കോപ്പി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൈവശമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഒപ്പിട്ട്, അതായത് ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഒപ്പിട്ടിട്ടുള്ള ഒരു കത്തിൻ്റെ പകർപ്പ് മിക്കവാറും കോളേജുകളുടെ കൈവശമുണ്ട്. ഈ പകർപ്പ് വെച്ചിട്ടാണ് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും പല കോളേജുകളെ ബന്ധപ്പെടുമ്പോൾ, അതുപോലെ കൊച്ചിയിലെ പല യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളെയൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർക്കൊന്നും ഈ കത്തിനെക്കുറിച്ച് വിവരമില്ല. എല്ലാ ബക്രീദ് കാലത്തും ഇത്തരം ഒരു കത്തിനെക്കുറിച്ചുള്ള ചർച്ച വരും. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പോ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരോ ഈ ഒരു കത്ത് അവർ എൻഡോസ് ചെയ്തുകൊണ്ട് ഈ അവധി അംഗീകരിച്ചു കൊടുക്കാറില്ല. ഇപ്പോൾ MSF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ അവധി അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് വിദ്യാർത്ഥികളുടെ അവകാശമായിട്ടുള്ള സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള അവധിയാണ്. ഈ അവധിയുടെ അസൽ കോപ്പി, അല്ലെ അവധി നൽകിക്കൊണ്ടുള്ള ഉത്തരവിൻ്റെ അസൽ കോപ്പി ഇല്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ 1983 കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കില്ലല്ലോ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് അതിൻ്റെ അസൽ കോപ്പി ഇല്ല എന്ന് കരുതി ഈ അവധി അനുവദിക്കാതിരിക്കുന്നത് ശരിയല്ല. മാത്രമല്ല ഇതുപ്രകാരം ചില കോളേജുകൾ അവധി കൊടുക്കുകയും ചില കോളേജുകൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇതിലൊരു സാമാന്യമായി സംസ്ഥാനത്ത് മുഴുവൻ കോളേജുകൾക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് ഇത്തരത്തിൽ അവധി അനുവദിക്കേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് മലബാറിലൊക്കെ വളരെ വലിയ തോതിൽ ഈ വലിയ പെരുന്നാൾ എന്ന് തന്നെ പറയുന്നത്, ഈ വലിയ പെരുന്നാൾ ആഘോഷം 2-3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നതാണ്. അതിന് ഒറ്റ ദിവസം മാത്രം അവധി എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. നമ്മളൊക്കെ സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുമ്പോൾ പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അത്തം 10 ഓണം 10 പെരുന്നാൾ എന്താ കടലാസമെന്ന്. ഈ മുദ്രാവാക്യം വീണ്ടും ഉയരേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, തുടരുക. രഞ്ജിത്ത്, ഞാൻ PK നവാസിലേക്ക് പോകാനാണ് ഇടപെട്ടത്. പക്ഷേ PK നവാസുമായുള്ള ടെലിഫോൺ ബന്ധം കട്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിജറ കലണ്ടർ അനുസരിച്ചാണല്ലോ ഈ ആഘോഷ ദിനങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. രഞ്ജിത്ത്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ രഞ്ജിത്ത്, വീണ്ടും PK നവാസത്തെ ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്, ക്ഷമിക്കണം. ഈ അൻസുവാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. രഞ്ജിത്ത്, ഒന്ന് നിൽക്കൂ. PK നവാസ്, ഗുഡ് മോർണിംഗ്. അവധി ഒരു പ്രശ്നമായി മാറുകയാണ്. ഇങ്ങനെ ഒരു സർക്കുലർ ഉണ്ടായിട്ടും അത് അറിയിച്ചതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകാവുന്നതല്ലേ ഇങ്ങനെ ഒരു അവധി? ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നത്തെ ദിവസം കൂട്ടേണ്ടതില്ല. തലേന്നും പിറ്റേന്നും എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം മാത്രം അഡീഷണൽ കൊടുത്താൽ മതി കുട്ടികൾക്ക്. ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇത് ആദ്യമായി സംഭവിക്കുന്ന ഒന്നല്ല. എല്ലാ പെരുന്നാൾ സമയത്തും ഞങ്ങൾ വിദ്യാർത്ഥികൾ ഈ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് മുമ്പിൽ പോവുകയും നിവേദനം കൊടുക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ഒരു വല്ലാത്ത സാഹചര്യം ഇതിനകത്തുണ്ട്.
ക്ലാസ് ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇന്ന് പിന്നെ KTU പരീക്ഷകൾ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച പെരുന്നാളായിരിക്കുകയും ചൊവ്വാഴ്ച KTUയുടെ പരീക്ഷ നടക്കുകയും ചെയ്യുന്നു. ന്യായമായും ഗവൺമെന്റ് നൽകേണ്ട അവധി ദിവസത്തിൽ പരീക്ഷ കൊണ്ടുപോയി വെക്കുകയും ആ പരീക്ഷയുടെ കാരണത്താൽ വിദ്യാർത്ഥികൾക്ക് പെരുന്നാൾ ആഘോഷങ്ങൾ നടത്താൻ പോലും കഴിയാത്ത വിധം പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പെരുന്നാളിന്റെ തലേ ദിവസവും പിറ്റേ ദിവസവും അവർ പരീക്ഷ ഉണ്ടായിരുന്നു. ആ സാഹചര്യം MSF ഇടപെട്ട് സമരം ചെയ്ത് ബഹുമാനപ്പെട്ട പരീക്ഷാ ഭവനുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള സമരം ഉണ്ടായി. പോലീസ് അറസ്റ്റ് ഉണ്ടായ ശേഷമാണ് അത് മാറ്റം വരുത്താൻ അവർ തയ്യാറായത്. ഞങ്ങൾ പറയുന്നത് ന്യായമായും ഒരു വിദ്യാർത്ഥിക്ക് ഒരു സമൂഹത്തിൽ ലഭിക്കേണ്ട ഒരു അവകാശം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുഴുവനായി നമ്മൾ വെച്ചു കൊടുക്കുന്ന ഒരു അവകാശമാണ് 983 സർക്കിൾ പ്രകാരം ഈ അവധി ദിവസങ്ങളുടെ തലേ ദിവസം തൊട്ട് പിറ്റേ ദിവസം ഉൾപ്പെടെ 3 ദിവസം അവധി നൽകുക എന്ന് പറയുന്നത്. അത് നൽകാൻ എന്താണ് ഈ ഗവൺമെന്റ് ഇത്ര മടി, അല്ലെങ്കിൽ എന്തിനാണ് മന്ത്രി ഇതിങ്ങനെ മറച്ചു പിടിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഒരു സമൂഹം എന്ന രീതിയിൽ വിവിധ മതവിഭാഗങ്ങൾ താമസിക്കുന്ന കേരളീയ സമൂഹത്തിനകത്ത് എല്ലാവരുടെയും ആഘോഷങ്ങൾ എല്ലാവരുടേതുമാകുന്ന ഒരു കാലത്ത് പെരുന്നാൾ പോലത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ആഘോഷത്തെ ഇങ്ങനെ ഒറ്റയിട്ട് മാറ്റി നിർത്തുന്നത് ശരിയായ രീതിയല്ല. അതിനെ ഉൾക്കൊള്ളാൻ ഗവൺമെന്റ് തയ്യാറാകണം. പഴയ കാലങ്ങളിൽ നമ്മുടെ മുൻഗാമികളായ സാമൂഹിക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ സർക്കുലർ അത് നടപ്പിലാക്കുകയും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആഘോഷമായി ഇതൊക്കെ മാറുകയും വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും PK നവാസ്, അങ്ങനെയൊരു, അതായത് എല്ലാവരും ഒന്നിച്ച് എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പതിവുള്ള കേരളത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു കോളേജിന് അല്ലെങ്കിൽ ചില കോളേജുകൾക്ക് അവധി നൽകുന്നതിന് മടിയില്ല. പക്ഷേ അതൊരു പൊതു ഉത്തരവായി, അല്ലെങ്കിൽ ഈ ഒരു സർക്കുലർ അമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ സർക്കാർ ഒരു നിലപാട് അറിയിക്കണം. അതും ഇപ്പോൾ അറിയിക്കുന്നില്ലല്ലോ, അല്ലേ? തീർച്ചയായും ഞാൻ പറഞ്ഞ ഈ പറയുന്ന സർക്കുലർ കേരളത്തിൽ പൊതുബാധകമാകേണ്ട സർക്കുലറാണ്. ആ പൊതുബാധകമാകേണ്ട സർക്കുലറാണെന്ന് മാത്രമല്ല, ഈ സർക്കുലർ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും കൂടുതൽ വിദ്യാർത്ഥികളും ഈ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. എന്തിനാണ് ഇപ്പൊ സർക്കാർ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ സമയത്തും ഇപ്പൊ ഈ വലിയ പെരുന്നാൾ സമയത്തും ഒക്കെ സംഭവിക്കുന്നത് ഒരു ഞായറാഴ്ചയോട് ചേർന്നുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷങ്ങൾ വരുന്നത്. സ്വാഭാവികമായി ഒരു ദിവസം മാത്രമാണ് അധികം കൊടുക്കേണ്ടി വരിക. സർക്കാർ നിർബന്ധമായും അതിന് വാശി പിടിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാൻ മറ്റൊരു കാര്യം, എന്തുകൊണ്ട് ഇങ്ങനെ ഓർഡർ 983 വന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ഇത് വലിയ പെരുന്നാളാണ്, സ്വാഭാവികമായി തീയതി മുൻകൂട്ടി നിശ്ചയിക്കാൻ വേണ്ടി സാധ്യമാണ്. എന്നാൽ ചെറിയ പെരുന്നാൾ, നോമ്പ് കഴിഞ്ഞ് വരുന്ന പെരുന്നാൾ, ആ തീയതി മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധ്യമല്ല. അത് സ്വാഭാവികമായി പെരുന്നാൾ ദിവസത്തിന്റെ തലേ ദിവസം രാത്രി 7 മണിയോട് കൂടിയാണ് നാളെയാണോ പെരുന്നാൾ എന്ന് തീരുമാനിക്കുക. അത്തരമൊരു ഘട്ടത്തിൽ പെരുന്നാൾ തീരുമാനിച്ചതിന് ശേഷം ഗവൺമെന്റ് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം പോലും കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് നാളെ പെരുന്നാളാണോ അല്ലയോ എന്ന് ചെറിയ പെരുന്നാൾ കാര്യത്തിൽ മനസ്സിലാവുക. അത്തരമൊരു സാഹചര്യത്തിലാണ് തലേ ദിവസവും പിറ്റേ ദിവസവും അന്നേ ദിവസവും ലീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കിൾ ഇറക്കിയത്. ആ മതവിഭാഗത്തിന്റെ ആഘോഷങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കുകയും അത് കേരളീയ സമൂഹത്തിന്റെ മുഴുവൻ ആളുകളുടെയും ആഘോഷമായി മാറുകയും എല്ലാവരും പരസ്പരം ആഘോഷങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്ന് പറയുന്ന കേരളത്തിന്റെ വ്യവസ്ഥാപിതമായ കാലങ്ങളായി നമ്മൾ കൊണ്ടുവരുന്ന നമ്മളെല്ലാവരും ഉൾക്കൊണ്ടുവരുന്ന ഒരു മാനസിക നിലയുടെ ഭാഗമായിട്ടാണ് അന്നത്തെ ഗവൺമെന്റ് അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഗവൺമെന്റ് ആ ഓർഡർ ലംഘിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ ദിവസങ്ങളിൽ പരീക്ഷകൾ പോലും കൊണ്ടുവെക്കുന്നു എന്നതാണ്. നോക്കൂ, നിങ്ങളിപ്പോ LBSന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ ഇന്നും നാളെയുമാണ് അവർ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അക്ഷയ സെന്ററുകളിലാണ് ഇത് ചെയ്യേണ്ടത്. ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ തിങ്കളാഴ്ചയാണ്, പെരുന്നാൾ ദിവസമാണ്. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? LBSന്റെ എക്സാമിന്റെ കോഴ്സ് സെലക്ട് ചെയ്യുന്ന ഡേറ്റ് ഇന്നും നാളെയുമാണ്, പെരുന്നാൾ ദിവസത്തിലാണ് വെച്ചത്. ഞങ്ങൾ നിരന്തരമായി അവരോട് ആവശ്യപ്പെട്ടു. ഇപ്പൊ KTUയുടെ പരീക്ഷ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച എക്സാം ഉണ്ട്, അത് മാറ്റിവെക്കണമെന്ന് നിരന്തരമായി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. KTUയുടെ വൈസ് ചാൻസലർക്ക് നമ്മൾ മെയിൽ അയച്ചു, അവർ ചെയ്യുന്നില്ല. അപ്പൊ ഇത് സ്ഥിരമായി ആസൂത്രിതമായ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിനകത്ത് ചില ആളുകളുടെ താല്പര്യത്തിന്റെ ഭാഗമായി ആസൂത്രിതമായി നടപ്പിലാക്കുകയും മന്ത്രി അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആക്ഷേപമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ സൗന്ദര്യത്തെ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ തകർത്ത് കളയരുത്. കേരളം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെ ആകാശം എല്ലാവരുടേതുമാകുന്ന ഒരു നാടാണ്. ആ നാടിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇത്തരം തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോകരുത്, അതിന് പിന്തിരിയണം എന്നാണ് MSF ആവശ്യപ്പെടുന്നത്. ഓക്കെ, PK നവാസ്, നാളെയാണ് പെരുന്നാൾ. ഈദ് മുബാറക്. എല്ലാ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെയും ആശംസകൾ.
പി കെ നവാസാണ് നമുക്കൊപ്പം ചേർന്നത്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, മന്ത്രിയുടെ പ്രതികരണം നമ്മൾ തേടി, പക്ഷേ മന്ത്രി ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ. അപ്പോൾ തുടർ പ്രതികരണങ്ങളിലേക്കും ഈ വാർത്തയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക്, കാരണം ഒരു സർക്കുലർ ഉള്ളപ്പോൾ അത് നടപ്പാക്കാത്തത് എന്താണ്? യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? ഈ വിഷയം വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളും ഒക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ലോകമെമ്പാടും എങ്ങനെയാണ് ഈദുൽ അദ്ഹ അല്ലെങ്കിൽ ഈദിന് ആഘോഷം നടക്കുന്നത്, ബക്രീദിന് എങ്ങനെയാണ് അവധി കൊടുക്കുന്നത്, അതൊക്കെ നോക്കിയിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും നിജപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പം എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടമായി പരിശോധിക്കാവുന്നതാണ്, അല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ രജിസ്ട്രാറൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഒരു സർക്കുലർ നിലവിലുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതിൻ്റെ അസൽ പകർപ്പ് കൈവശമില്ല, ഇതിലൊരു ആശയക്കുഴപ്പമുണ്ട് എന്ന രീതിയിലാണ് നമുക്ക് മറുപടി കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അസൽ കൈവശമില്ല എന്ന് കരുതി പണ്ട് ഈ 983 അസൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഒന്നുകിൽ അവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കാം. പക്ഷേ ഇതിൻ്റെ കോപ്പികൾ, അതായത് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടർ ഒപ്പിട്ടിട്ടുള്ള കോപ്പികൾ പല കോളേജുകളിൽ ലഭ്യമാണ്. അത് നമ്മൾ തന്നെ നമ്മുടെ സ്റ്റോറിയിൽ അത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരാവകാശം കൊടുത്തപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കിട്ടിയ മറുപടി ഇതിൻ്റെ അസൽ കൈവശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു വ്യക്തത ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒക്കെ വരുത്തണം. ഈ സർക്കുലർ സംബന്ധിച്ച് വ്യക്തത വരുത്തണം. അവധി സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട്.